ഹലോ ഗേൾസ്, ഇപ്പോൾ നമ്മൾ ടി വി കാണാൻ തുടങ്ങിയിരിക്കുകയാണ് ഗേൾസ്. ടി വിയിൽ എന്തുണ്ടെന്ന് നമുക്ക് നോക്കാം. ടി വി ചാനൽ എന്തുണ്ട്? അയ്യോ, ഓണാക്കിയില്ലല്ലേ? ശരിയാ, ഓണാക്കിയിട്ട് കാണാം. ഓക്കെ, ഒന്നും എന്താ വരാത്തേ? ചാനൽ ശരിയല്ല. ഇതിനൊന്ന് 2 പ്രാവശ്യം തട്ടിയാൽ ശരിയാവും. നോക്കട്ടെ. ഇത് ടി വി കംപ്ലൈൻ്റ് ആണോ എന്ന് തോന്നുന്നു. ഫെലിക്സ് ചേട്ടനോട് ചോദിക്കണമെന്ന് തോന്നുന്നു. വന്നു ഗൈസ്, വന്നു. ഓക്കെ. ഇത് നമ്മളുടെ ഗ്രാനിയുടെ വീഡിയോ അല്ലേ? നമുക്ക് നോക്കാം. അതാ ഫെലിക്സ് ചേട്ടൻ അവിടെ ഉണ്ട്. ഫെലിക്സ് ചേട്ടനെ ഇതിലുണ്ടല്ലോ, ഗ്രാനിയുടെ വീഡിയോയിൽ ബാബു ചേട്ടനായി മാറി. ബൈ ദ വേ ഗൈസ്, ജാക്ക് എനിക്ക് വീട് തന്നു. ഈ വീട് അവന് എൻ്റെ വീട്ടിൽ പോയി താമസിക്കാൻ പോവാന്ന് പറഞ്ഞു. അവിടെ അയർമാനൊക്കെ ഉള്ളത് കൊണ്ട് അവന് കഷ്ടം അനുഭവപ്പെടും. ഫെലിക്സ് ചേട്ടാ, നിങ്ങളെന്താ ചാനൽ മാറ്റിയത്? അയ്യോ, ഇനി എൻ്റെ ഗ്രാനിയുടെ വീഡിയോയും കിട്ടൂല. അത് നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ ഫെലിക്സ് ചേട്ടാ? നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കേട്ടാ. എന്തിപ്പോൾ ചെയ്യും? നമുക്ക് സിറ്റി കറങ്ങാം. ഞാനങ്ങനെ പറക്കുകയാണ്. ഞാനങ്ങനെ എവിടെയോ എത്തി. ഇതാരുടെ വീടാ? ചന്ദ്രനിൽ നേരെ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഈ വീടൊന്നും കാണാൻ പറ്റിയില്ല. ഇതെന്താ കുന്തലാണോ? ഇതല്ലേ മറ്റേ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത്? അത് തന്നെ. അയ്യോ, ഞാൻ ഇപ്പം എങ്ങനെ ഇറങ്ങും? സാറില്ല, ഇറങ്ങാം. ഞാൻ ബൗൺസായല്ലോ ഇവിടെ. അയ്യോ, വെള്ളം. എനിക്ക് പറ്റൂലല്ലോ ഈ വെള്ളം എന്തൊരു കഷ്ടമാണ്. നമുക്ക് മേളിലോട്ട് പോകാം. ഇതാരുടെയോ വീടാണ്. എടാ, നീയാണോ ഇതിൻ്റെ ഓർഡർ? അല്ല, ഇത് ജാക്കിൻ്റെ വീടാ. ഓക്കേ, അപ്പം നീ ഇവിടുത്തെ പണിക്കാരനായിരിക്കും. ജാക്കിനോട് എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊളിക്കും. അവൻ ഇങ്ങോട്ട് എന്നെ തേടി വന്നാൽ ഞാൻ അവനെ അടിച്ചു പൊളിക്കും. ഇപ്പോൾ ഇത് സ്പൈഡർമാൻ്റെ വീടാണ്. ഏത് മാനിൻ്റെ ആണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഞാനിവിടെ ഉള്ളിലിരിക്കാൻ പോവാ. അവൻ ഇങ്ങോട്ട് വന്ന അടിച്ചു കൊല്ലാം. നമുക്ക് ഇവിടെ ഒണിച്ചിരിക്കാം. അതല്ലേ ബുദ്ധി. ബൈ ദ വേ, അവൻ വരും. ഇവിടെ സിറ്റിയിൽ എനിക്ക് തല കറങ്ങിയിട്ട് വയ്യ ഗൈസ്. ഞാൻ വഴി തെറ്റാണ്. എനിക്കെൻ്റെ സ്ഥലം പോലും അറിഞ്ഞൂടാ. വല വിട്ട് ഞാൻ എങ്ങോട്ടാണോ പോകുന്നത്? ഇത് ഏതാ സ്ഥലം? ഇടയിലാണല്ലോ. അതാ എൻ്റെ മരം. എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ എത്തിയ. ഭാഗ്യം. അവിടെ ആരോ ഉണ്ടല്ലോ ജിമ്മിൻ്റെ അടുത്തായിട്ട്. എനിക്ക് ഗ്ലാസ്സിലൂടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്തോ ഫെലിക്സ് ചേട്ടൻ എങ്ങനെ പച്ച ഡ്രസ്സ് ഇട്ടായിരിക്കും. ഫെലിക്സ് ചേട്ടനോട്, ഫെലിക്സ് ചേട്ടാ, നിങ്ങൾ പച്ച ഡ്രസ്സ് ഇട്ടായിരുന്നല്ലോ, പിന്നെ ഇതെന്താ? അല്ലടാ, അവിടെ പച്ചൊരു ഏലിയൻ ഉണ്ട്. അതിനെ പിടിക്കണ പറ്റുമോ? അതിൻ്റെ ഒപ്പം അടികൂടാൻ പറ്റൂല. അത് ഭയങ്കര ശക്തി എന്നാണ് അത് പറയുന്നത്. എനിക്കൊരു തിരിച്ചടി പോലും കൊടുക്കാൻ പറ്റില്ല. അത്രയും മെടുക്കൾ. ഫെലിക്സ് ചേട്ടൻ എൻ്റെ പുറകെ വാ, ഞാൻ പോയി നോക്കട്ടെ. വാതിൽ മെല്ലെ തുറന്നാൽ മതി. ഇവിടെ എവിടെ ആയിരുന്നല്ലേ എനിക്ക് ക്ലാസ്സിൽ കണ്ടേ. ചേട്ടാ, പേടിയാവുന്നുണ്ട്. എന്തെങ്കിലും നോക്കാം. ഒന്ന് മാറി നിൽക്കും ഫെലിക്സ് ചേട്ടാ. അല്ലെങ്കിൽ വേണം നിങ്ങളാദ്യം പോ. ഒന്നുമില്ലല്ലോ. ഓക്കെ, ഞാൻ എങ്ങാനും പോകും. ഇതാ ഇവിടെ ഏലിയൻ. അയ്യോ, നീ വന്നു അല്ലേ? നിന്നെ ഞാൻ നീയാണോ ഈ സ്പൈഡർമാൻ? ഫൂലിക്സ് പറഞ്ഞു എന്നോട്. നിന്റെ ഫൂലിക്സ്. നീയും വന്നോടാ ഫൂലിക്സ്. ഫൂലിക്സ് അല്ല, എന്തിക്സ് ആണെങ്കിലും നിന്നെ ഞാൻ ചവിട്ടി താത്തും കേട്ടാ ഫൂലിക്സ്. ഇനി ഞാൻ എവിടെയെങ്കിലും ഒന്നിച്ചിരിക്കാം. ഇവന് സ്ഥലത്ത് വന്നാൽ വേറെ എന്തെങ്കിലും പ്ലാനിൽ അവനക്ക് പൊക്കാൻ പറ്റുമല്ലോ.
അതിനാൽ വേറെ സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നതാണ് ബുദ്ധി. ഇവിടെ ഒളിച്ചിരിക്കുക. ഓക്കെ. ആ ഫൂലിക്സ് ഇവിടെ വന്നു. ഞാൻ കേൾക്കുന്നത് ശരിയാണോ? സ്പൈഡർമാനെ, നിന്റെ വീട് അവനെടുത്തു. ഇന്ന് പ്രാങ്ക് ചെയ്യാനൊന്നും വന്നതല്ലല്ലേ? ശരിക്കും ചേട്ടാ, എനിക്കൊരു തിരിച്ചടി പോലും അടിക്കാൻ പറ്റാത്ത പോലെ എന്നെ ബോധം കെടുത്ത് വീഴ്ച. ബോധം വന്ന ഉടനെ ഞാൻ നിങ്ങളുടെ അടുത്ത് അടിക്കൊണ്ട് വന്നു. നീ വന്നത് എന്തായാലും നന്നായി. എൻ്റെ അടുത്തേക്ക് തന്നെ. ഞാൻ കരുത്തനായതുകൊണ്ട് അവനെ എനിക്ക് തോപ്പിക്കും. നിന്റെ പവറിന്റെ പോലത്തെ കുറച്ച് വലവിടുന്ന പവർ തന്നാൽ മതി, ഞാൻ ഇവനെ തോപ്പിച്ചോളാം. അവൻ എവിടെയാ ഉള്ളതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആദ്യത്തെ റൂം, അത് ഗാരേജല്ലേ. ഇത് നോക്കാം. ഇതെന്താ ഡോർ തടഞ്ഞിരുത്തുന്നു? ഇവിടെ ഉണ്ടായിരുന്നോടാ, ഇവിടെ ഉണ്ടായിരുന്നോടാ. നിന്നെ അടിച്ചടിച്ച്. ഓ ഓ ഓ എന്നെ അടിക്കല്ലേ, 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 പറയുന്നേക്ക് അടിക്കല്ലേ. ചെറുതായി വീണ്ടും. എന്നെ അടിക്കല്ലേ, അടിക്കല്ലേന്ന്. അടിക്കാൻ പാടില്ല, അടിക്കല്ലേ. അയ്യോ, വീണ്ടും ചെറുതായല്ലോ. ഇനി അടിക്കരുത്, എന്നെ വിട്ടാളായോ. അയ്യോ, എനിക്കെൻ്റെ ഗ്രഹത്തിൽ പോകാനുള്ളതാ. എൻ്റെ ഇത് വലിയൊരു കടപ്പായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവൻ അത്ര വേഗം പോയല്ലോ. ഡിസപ്പിയറുമായി. അതുകൊണ്ട് ഇനി അവൻ്റെ ശല്യം ഉണ്ടാവില്ല. സ്പൈഡർമാൻ, എൻ്റെ പവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എനിക്കങ്ങനെ എൻ്റെ വീടും സ്വന്തമായി. ഇതെങ്ങനെ കിട്ടിയിരുന്നില്ലെങ്കിൽ ജാക്ക് എന്നെ അങ്ങ് കൊല്ലുമായിരുന്നു. ഭാഗ്യം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യടേ.